ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തിയോ എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. കാരണം ഇന്ത്യ റഷ്യൻ എണ്ണയോട് മുഖം തിരിച്ചു തുടങ്ങിയെന്ന് സൂചിപ്പിക്കുന്ന ചില കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് $270 കോടി റഷ്യൻ എണ്ണയാണ് ഡിസംബറിൽ മാത്രമായി തന്നെ ഇന്ത്യ വാങ്ങിയിരുന്നത്. ഇതാകട്ടെ 2024 ഡിസംബറിനേക്കാൾ 15%, 2024 ഡിസംബറിനേക്കാൾ 27.1% കുറവായി തന്നെ കണക്കാക്കിയിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും താഴ്ന്ന ഇറക്കുമതിയായി തന്നെ ഡിസംബറിൽ നടന്നിരിക്കുന്നതെന്നും സൂചിപ്പിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുൻപേ തന്നെ ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ 1% താഴെയായിരുന്നു റഷ്യയുടെ വിഹിതമെന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ US കരാർ യാഥാർത്ഥ്യമായതോടുകൂടി തന്നെ ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ട്രംപ് ആകട്ടെ ഒരു വലിയ പ്രസ്താവനയാണ് നടത്തിയത്. അതായത് ഇന്ത്യ റഷ്യയിൽ നിന്നും ഇനി മുതൽ എണ്ണ വാങ്ങില്ല, അതിന് പകരമായി തന്നെ വെനസ്വേലയിൽ നിന്നും അവിടെ എണ്ണ വാങ്ങുമെന്ന ഒരു പ്രസ്താവനയാണ് ട്രംപ് നടത്തിയത്, അല്ലെങ്കിൽ ഒരു അവകാശവാദം ട്രംപ് നടത്തി. ഈ അവകാശവാദത്തോട് എന്നാൽ ഇന്ത്യ ആകട്ടെ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല ട്രംപ് ആകട്ടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതലായി തന്നെ ഇടങ്കോലിടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നതും ഈ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയത് 25% പിഴച്ചുങ്കം അത് പൂർണ്ണമായും തന്നെ US എടുത്തു കളയുമെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അത് നിർത്തണമെന്ന വ്യവസ്ഥയും US മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപ് ഇക്കാര്യത്തിൽ ഇത് പറഞ്ഞെങ്കിൽ പോലും കേന്ദ്ര സർക്കാരോ മോദിയോ ഇതിനോടായി തന്നെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ റഷ്യൻ എണ്ണയോട് ഏറെക്കുറെ തന്നെ മുഖം തിരിച്ചു തുടങ്ങി എന്നതായിരുന്നു ഡിസംബറിലെ ഇറക്കുമതി കണക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നീട് റഷ്യയ്ക്ക് മേൽ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തു. റഷ്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്തതോടുകൂടി തന്നെ ഇന്ത്യക്ക് വൻതോതിൽ തന്നെ റഷ്യ അവിടെ ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്യുകയായിരുന്നു. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടിയതോടുകൂടി തന്നെ ഇന്ത്യൻ കമ്പനികൾ വൻതോതിൽ തന്നെ വാങ്ങിക്കൂട്ടുകയും ഇതോടുകൂടി തന്നെ റഷ്യയുടെ വിഹിതം 40% വരെ ഉയരുകയും ചെയ്തു. എന്നാൽ ഇക്കഴിഞ്ഞ ഡിസംബറിൽ വിഹിതം 24.9% ഇടിയുകയും ചെയ്തു. ഡിസംബറിൽ ഇന്ത്യ US-ൽ നിന്ന് $56.93 കോടി എണ്ണ ഇറക്കുമതി ചെയ്തു. നവംബറിനേക്കാൾ 60.5% കുറവാണിത്. പക്ഷേ 2024 ഡിസംബറിനേക്കാൾ 31% കൂടുതലാണ്. 2024 ഡിസംബറിൽ ഇന്ത്യ 16 രാജ്യങ്ങളിൽ നിന്നായിരുന്നു എണ്ണ അവിടെ ഇറക്കുമതി ചെയ്തിരുന്നത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 2025 ഡിസംബറിൽ ഇത് 19 രാജ്യങ്ങളായി തന്നെ ഉയർന്നു. ഇതിൽ 10 രാജ്യങ്ങളുടെയും വിഹിതത്തിൽ വർധനവുണ്ട്. റഷ്യൻ എണ്ണയ്ക്ക് ഇന്ത്യൻ കമ്പനികൾ അവിടെ ബദൽ തേടിയതാണ് ഇതിന് കാരണമായി തന്നെ കരുതുന്നത്. ലോകത്ത് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യ. ഉപഭോക്താവിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉപഭോഗത്തിന്റെ 85 മുതൽ 90% ക്രൂഡ് ഓയിലും ഇന്ത്യ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. ഈ സാഹചര്യത്തിലായിരുന്നു റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ട് നിരക്കിൽ തന്നെ എണ്ണ ലഭിക്കുകയും ചെയ്തത്. അത് വലിയ തോതിൽ ഇന്ത്യയെ ഉപകാരപ്പെടുത്തുകയും അത് വാങ്ങിക്കൂട്ടുകയും ചെയ്തു. അതേപോലെ തന്നെ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന. എന്നാൽ റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഡൊണാൾഡ് ട്രംപ് ചുങ്കം ചുമത്തിയത് ഇന്ത്യക്ക് മാത്രമായിരുന്നു. എന്നാൽ ചൈന ആ സമയത്ത് വെറുതെ വിടുകയാണ് ഉണ്ടായതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.